welcome back to another episode after so long. Onam celebration actually happens when Onam shopping happens. So ഞങ്ങൾ തലേന്ന് we went to Lulu Mall and അവിടെ എല്ലാം ഓണം ഡെക്കറേഷൻസ് ആയിരുന്നു. Just look at this cute Maviri. So freaking cute. ക്യൂ നിന്നിട്ടായാലും കുഴപ്പമില്ല, പാരഗണിൽ നിന്ന് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് കയറി. അവിടെ ബിരിയാണി ഇല്ല. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങി ആൻഡ് ദെൻ she got herself a fish thali. This fish thali means a must try from Paragon. So she's so happy. And then ഇതൊക്കെ കഴിഞ്ഞു വയറ് നിറഞ്ഞ് കഴിഞ്ഞപ്പോൾ we went for the actual thing like ഷോപ്പിങ്ങിന്. അതിനാണല്ലോ വന്നത്, അങ്ങനെ അതിന് തന്നെ പോയി. അത് വേണ്ട, എടുക്കാന്ന് പറഞ്ഞു. അരച്ച മഞ്ചൽ ചാന്തല്ല. ഇതെനിക്ക് റീ കൊണ്ട് തന്നെ. ഇതാണോ ഇത് കറക്റ്റ്, ഇത് ഞാൻ കൊണ്ട് തരട്ടാ നിങ്ങക്ക്. നീ ചേരുന്നുമ്മ ചുരിദാറിൻ്റെ കൂടെ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ ഒരു കുറച്ച് ലേറ്റായി. നാട്ടിൽ വന്നിട്ട് ഒരുപാട് നാൾക്ക് ശേഷം ഐ എം ഡൂയിങ് എ വ്ളോഗ് ആൻഡ് വേറൊന്നുമല്ല, ഇറ്റ്സ് ഓണം. ആൻഡ് ഓണം is the best time to be in Kerala, and that's why. So as you can see here, I've done my makeup and hair കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. My dress is ready എന്ന് പറയാൻ പറ്റില്ല. So I'm always into sarees. So Onam is an occasion where I really want to be in a saree. So this is the hardest part. ഏത് ഐഡിയ ഉണ്ട്? Which what to wear? Nope. As you can see, I've gotten ready. Saree okay. കണ്ണെഴുതാൻ ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. യെസ്, ഹെയറും കൂടി കുറച്ച് ചെയ്താൽ ഐ ആം ഓണം റെഡി. ഞാൻ കുളിച്ച് റെഡിയായി സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ മോം വാസ് വാച്ചിങ് കേരള ക്രൈം ഫയൽസ്. അപ്പോൾ ഞാനും കൂടി ഇരുന്ന് കണ്ടു. സദ്യ ഈസ് ഹിയർ. ഇതെൻ്റെ കൂട്ടുകാർ കൊടുത്തുവിട്ട ഓണപ്പങ്കാണ്. ഓണസമ്മാനം, ബിജിമോക്കുള്ള ഓണസമ്മാനം. ഓണം പ്രമാണിച്ച് ലൂസിക്കും ഇലയിൽ ചോറ്. സാമ്പാറും പരിപ്പൊന്നും ലൂസിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ലൂസിക്ക് ട്യൂണാജൽ ചോറാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നറിയാമോ? ഇതൊക്കെ പറഞ്ഞിട്ട് വെക്ക്. ബിസിസി നാരങ്ങ, മാങ്ങാച്ചാർ. ഓക്കെ,
എൻ്റെ അമ്മച്ചിയാണ് ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. പച്ചടി. പച്ചടി തന്നെ. ആ ഏതാണ്ട പച്ചടിയാണ്. ഓ ഇത് ബീട്രൂട്ട് പച്ചടി. ഓക്കെ. ഇതും പച്ചടിയാണ്. ഓ ക്യാരറ്റ് പച്ചടി. കുക്കുംബർ. വെള്ളരി. അതിനെ കുക്കുംബർ എന്ന് പറയുമോ? എന്ത് പറയൂലേ? അന്നേ ഞാൻ ഒള്ളി മലയാളം. ഓ മിണ്ടാണ്ട് മിണ്ടാണ്ട് ഒഴിക്ക് ഒഴിക്ക്. പുളിയിഞ്ചിയാ? എന്താണ്? തൽക്കാലം ഇതിന് പേരില്ല. ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന്. പായസം കഴിക്കരുത്. പായസം എനിക്കറിയായിരുന്നു. ഓക്കെ ഇത്രയേ ഉള്ളോ? ഇനിയുണ്ട്. ഇല്ലെന്ന്. ഇത് ഇത്രയും ഉണ്ടാക്കുന്നതിനെക്കാട്ടി പാക്ക് ചെയ്യുന്നതാണ് അല്ലേ? എന്താണത്? ആ ഏതാണ്ടൊക്കെയുണ്ട്. കറി തന്നെ. നിങ്ങൾ മുഖമൊന്നുമില്ല. ഓ നാണാണോ? രസം. ദിസ് ഈസ് എ രസം. ഇനി ചോറിട്ടെ. വേറെ അച്ചാറൊക്കെ ഉണ്ടാവും. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി വേ. ഇഞ്ചി ഇവിടെ വേ. ചോറിട്ടെ. റബ്ബറും കൂടെ തിന്നരുത്. കുറച്ച് ചോറ്, ഒരു പിടി. അതിന് കുറച്ചേ ഉള്ളൂ. ഒരു പിടി മതി. വീഡിയോ പിടിക്കുന്നതുകൊണ്ട് സ്റ്റൈലിന് വേണ്ടി ഒരു പിടി എന്നൊക്കെ അത് പറയും. പോയെ. മതി മതി. അത് കഴിയുമ്പോൾ പറയും ബാക്കി ഇങ്ങ് കൊണ്ടുപോകണം. അത് പോയേ തള്ളേ. മതി. ഓക്കെ പരിപ്പൊടിക്കട്ടെ. യെസ്. ഇവിടെ ഇവിടെ. പപ്പടം എവിടെ? ഇത് കടല പായസം. ഓ വെർമസലി. സാമ്പാറാ? സാമ്പാർക്ക് കറി. ഇത് പപ്പടം. കത്തിരിക്കയുടെ മരം ഒടിഞ്ഞു വീണു. ഓക്കെ എല്ലാം കഴിഞ്ഞോ? നോക്ക്. കാര നോക്കണം. ഇനി എന്തൊക്കെയുണ്ട്? അതൊക്കെ കൊച്ചിൻ്റെത്. ഇല്ല. ആ ഇത് അത് വെച്ചിതാ ഉണ്ട്. ഇനിയില്ലേ? നോക്ക്. ആരെ നോക്ക. മോരുണ്ടെന്ന് തോന്നുന്നു. ഇല്ല അത് ഗരം മസാല. ഓക്കെ പപ്പടം കൂടി വേ ഇവിടെ. ബോളിയാണേ. ഞാനത് പൂച്ചയ്ക്ക് മീൻ അടക്കട്ടെ. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ കഴിക്കുന്നതാണ്. നീ കഴിച്ചോ? ഞാൻ അപ്പോഴത്തേക്കിൻ്റെ പൂച്ചയ്ക്ക് മീൻ അടിച്ച് ബാക്കി വെച്ച് കിടക്കുന്ന. അയ്യോ എൻ്റെ പപ്പടം പൊടിഞ്ഞു പോയി.
ഇല്ല അത് ഗരം മസാല. ഓക്കെ, പപ്പടം കൂടി പോയി ഇവിടെ. ബോളി വേണേ. ഞാനത് ഉച്ചയ്ക്ക് മീൻ അടിക്കട്ടെ. നിങ്ങൾ വരുന്നില്ലേ ഞാൻ കഴിക്കുന്നതാണ്? നീ കഴിച്ചോ, ഞാൻ അപ്പോഴത്തേക്കിൻ്റെ ഉച്ചയ്ക്ക് മീൻ അടിച്ച് ബാക്കി വെച്ച് കിടക്കുന്നു. ദൈവൻ്റെ പപ്പടം പൊടിഞ്ഞു പോയി. ഇതെപ്പോൾ ഇട്ടതോടാ ഇത്? ഓ യേ. ഓക്കെ. കുറച്ച് ചോറിടട്ടെ? നെഹി കുറച്ച് മോരും കുട്ടി? വേണ്ട. കുറച്ച് തൈര് കുട്ടി? കുറച്ച് പായസം പറയൂ. പായസം കൂട്ടി ചോറാ? പായസം കുടിക്കൂന്ന് പറ. ഓ, പായസം ഒന്നും തരുന്നില്ല, ഓടിക്കോ. വൈകിട്ടത്തെ പാസഞ്ചറിന് വിട്ടോളണം. ശർക്കര വരട്ടി തിന്നു, ചിപ്സ് തിന്നു, പായസം കുടിക്കൂ എന്നാരും പറയുന്നില്ല. ചോറ് തരട്ടാ? നോ. This is how your Onam Sadhya Ela is supposed to look like. ഹാപ്പി ഓണം പറയണോ? Hello guys, so this was how our Onam was. Please comment down below how you guys Onam went, and happy Onam everyone.